ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാം, ആ ദീനിൻ്റെ വിധിവിലക്കുകൾ സാധ്യമാകുന്നത്രയും ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനുള്ള സന്നദ്ധത നാം ഓരോരുത്തരും പ്രകടിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യവും തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന സാമൂഹിക സാഹചര്യം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി, നല്ല ബോധ്യത്തോടു കൂടി തന്നെ ജീവിക്കേണ്ടതുണ്ട്. ഒരു ശരാശരി വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ പോരാ ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ. അസാധാരണമായ ഈമാൻ, വിശ്വാസം, നിശ്ചയദാർഢ്യം, ഇതെല്ലാം നിർബന്ധമാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുടെ രംഗത്ത് ഹറാം കലരാത്ത സാമ്പത്തിക ഇടപാടുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആവറേജ് ഈമാൻ കൊണ്ട് സാധ്യമല്ല. ഭൗതിക ജീവിതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. ധനത്തിൻ്റെ സമ്പാദനവും അതിൻ്റെ വിനിമയങ്ങളുമൊക്കെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ജീവിതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. തീർത്തും അതിൻ്റെ പ്രതിഫലവും പ്രത്യാഘാതവുമൊക്കെ മരണാനന്തര ജീവിതത്തിലും പ്രതിഫലിക്കുന്നതാണ്. പരലോക മോക്ഷം തന്നെ തടയപ്പെടാൻ ഈ സാമ്പത്തിക രംഗത്തുള്ള ക്രമക്കേടുകൾ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇബാദാത്തുകൾ സാധാരണഗതിയിൽ അനുഷ്ഠിച്ചു പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശരാശരി ഈമാൻ മതി. പ്രത്യേകിച്ച് ദൈനംദിനമൊക്കെ നടന്നു വരാറുള്ള നമസ്കാരം പോലെയുള്ള ഇബാദാത്തുകൾ, അനുഷ്ഠാനങ്ങൾ, വളരെ ശീതീകരിക്കപ്പെട്ട പള്ളികളിൽ വളരെ അനായാസേന പ്രയാസരഹിതമായി ഏത് നട്ടുച്ചയ്ക്കും നമുക്കത് നിർവഹിച്ചു വരാൻ വലിയ തടസ്സവും പ്രയാസവും ഒന്നും ഉണ്ടാവുകയില്ല. അതേസമയം ഹറാം കലരാത്ത നമ്മുടെ സമ്പാദ്യം, ആ ധനം,
അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അസാധാരണമായ നിശ്ചയദാർഢ്യം ഈമാൻ ആവശ്യമാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലിശ. ഞാൻ ഈ സന്ദർഭത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രക്രിയകൾ, അതിൻ്റെ ചില ഭാഗം മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് പലിശ, പ്രത്യേകിച്ച് ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലിശകളൊക്കെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ലയഅ്തിയന്ന അലന്നാസി സമാനുൻ, എൻ്റെ ഉമ്മത്തിന് ഒരു കാലം വരും, ലാ യബ്ഖാ മിൻഹും അഹദുൻ, ഒരാളും അവശേഷിക്കുകയില്ല, ഇല്ല അക്കല റിബ, പലിശയുമായി ബന്ധപ്പെട്ട് അത് ഭുജിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഫഇല്ലം യഅ്കുൽഹു, ഇനി ഈമാനിക ശക്തി കൊണ്ട് അത് ഭുജിക്കുന്നില്ല എങ്കിൽ അസ്വാബഹു മിൻ ഊബാരിഹി, അതിൻ്റെ പൊടിപടലങ്ങളെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദേഹത്തുണ്ടാകും എന്നൊരു പ്രവചനം അല്ലാഹുവിൻ്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയതൊക്കെയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തെ സംബന്ധിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിച്ചത് എന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുടെ രംഗങ്ങളിൽ. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഈ ആയത്ത് പലിശ നിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ട് അള്ളാഹുവിൻ്റെ താക്കീതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഇതാണ് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് ഏറ്റവും അവസാനത്തെ ആയത്ത് പലിശയുമായി ബന്ധപ്പെടുത്തിയത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന സ്ഥലത്ത്, പലിശ ഈമാൻ വിശ്വാസികളിൽ നന്നായിട്ട് രൂഢമൂലമായതിന് ശേഷമേ പലിശയെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. സാമ്പത്തിക രംഗത്ത് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ, സാമ്പത്തിക രംഗത്ത് ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് വിശ്വാസി മുക്തമാകണമെങ്കിൽ നല്ല ഈമാൻ വേണം. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം അത് പറഞ്ഞാൽ മതി. കാരണം വിശ്വാസികളുടെ മനസ്സ് പാകപ്പെടട്ടെ. പ്രത്യേകിച്ച് നുബുവത്തിൻ്റെ ആ തുടക്കത്തിലൊക്കെയും ജാഹിലിയ കാലഘട്ടത്തിലും ഈ പലിശയുടെ വേരുകൾ മനുഷ്യരുടെ അവൻ്റെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അത് പലിശയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ പോലും റിബൽ ജാഹിലിയത്തി മൗലൂഅൻ തഹ്ത ഖദമയ്യ, ഇന്നിവിടെ ഇതാ ഞാൻ ഈ അറഫയിൽ വെച്ചുകൊണ്ട് ഈ സാമൂഹിക ചൂഷണമായ പലിശയെ എൻ്റെ കാലുകൾക്ക് ചുവട്ടിൽ ഈ മണ്ണിൽ ചവിട്ടി താഴ്ത്തുകയാണ്. ഇനി ഒരിക്കലും അത് തലപൊക്കാൻ പാടില്ല എന്ന വാചകം കൂടി ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ കൂട്ടിച്ചേർത്തതും നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ
പലിശ അള്ളാഹുവിൻ്റെ വാക്യമനുസരിച്ചും നിഷിദ്ധമാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതായിട്ടും ഹദീസുകളിൽ കാണാൻ കഴിയും. ലഅന റസൂലുള്ളാഹി ആക്കില റിബ വ മുഅക്കിലഹു വ കാതിബഹു വ ഷാഹിദഹു വഖാല ഹും സവാഉൻ. പലിശയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അത് ഭുജിക്കുന്ന ആളുകൾ മാത്രമല്ല, അതുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അല്ലാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ശപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലതിൻ്റെ സാക്ഷികളായാലും അതുമായി ബന്ധപ്പെട്ട് എഴുത്തുകുത്തുകൾ നടത്തുന്ന ആളുകളൊക്കെയും വഖാല ഹും സവാഉൻ, അള്ളാഹുവിൻ റസൂൽ പറഞ്ഞത് എല്ലാവരും അതിൽ സമമാണ് എന്നാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും ഇതിന് ശക്തമായ എതിരാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇതിൻ്റെ വേരുകൾ അതിശക്തമായിരുന്നു. ഹൃദയങ്ങളിലേക്ക് ആണ്ടിറങ്ങിയത് കൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതും. മദ്യമൊക്കെ നിരോധിച്ച ആ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിലുണ്ട്. അതും ഘട്ടം ഘട്ടമായിരുന്നു. കാരണം അതും വലിയ സ്വാധീനം മനുഷ്യരിൽ ഉണ്ടാക്കിയിരുന്നു. ദുസ്വാധീനങ്ങൾ. സാമ്പത്തിക രംഗത്ത് പലിശയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പറഞ്ഞു, വമാ ആതൈതും മിർ റിബാ ലിയർബുവ ഫീ അംവാലിന്നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. മനുഷ്യരുടെ, ജനങ്ങളുടെ ധനത്തിൽ, നിങ്ങൾ കൊടുക്കുന്ന ആ ധനത്തിൽ അധികമായിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതൊരു വളർച്ചയായിട്ട് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഫലാ യർബു ഇൻദല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വളർച്ചയും അതിനില്ല എന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം തുടക്കത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്. അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ, അതൊരു വളർച്ചയല്ല, പ്രകടമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വളർച്ചയുണ്ടാവുകയില്ല എന്ന ഒരു ഘട്ടം. രണ്ടാമതായിട്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് ജൂതന്മാരുടെ കുറേ ചെയ്തികൾ, അധാർമികമായ ചെയ്തികൾ, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നിരവധി അധാർമികതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി എന്ന് അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ കള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട്, തൗറാത്തിൽ നിന്ന് വിരുദ്ധമായി അവർ ഫത്വകൾ നൽകി ആളുകളെ വഞ്ചനയിൽ ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അക്കാലൂന ലിസ്സുഹത്ത്, അന്യായമായ ധനം അവർ ഭുജിക്കുകയും ചെയ്തിരുന്നു. ഇത് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരിക്കലും വലാ തൻസൗ വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ ഒരിക്കലും അപ്രകാരം തന്നെ ഈ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ പോലെ വിശ്വാസികളെ നിങ്ങളാകരുത്. അവരങ്ങനെ അന്യായമായിട്ട് അന്യരുടെ സമ്പത്ത് അത് ആർജിക്കുകയും ഭുജിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. വഅഖ്ദിഹിമുർ റിബ, ആ ജൂത സമൂഹത്തോട് തീർത്തും പലിശ അവർക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അവർ അത് ലംഘിച്ചു. അവർ അക്കാലൂന ലിസ്സുഹത്ത്, ഈ അന്യായമായ അധാർമികമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന ഈ ധനം അവർ ഭുജിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വിശ്വാസികൾ ഒന്നും കൂടി ഉണർത്തി പറഞ്ഞു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. ദാ ഈ കൂട്ടര് അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സമുദായമേ, നിങ്ങൾ ഒരിക്കലും ആ ഗണത്തിൽ ഉൾപ്പെടരുത് എന്ന്
താക്കീത് നൽകിക്കൊണ്ടുള്ള ഒരു ബോധവൽക്കരണം രണ്ടാമതായി പലിശയുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിൻ്റെ റസൂൽ നടത്തി. മൂന്നാമതായിക്കൊണ്ട് ഉഹദ് പശ്ചാത്തലത്തിലാണ് മൂന്നാമത്തെ ബോധവൽക്കരണം നടത്തുന്നത്. ഉഹദ് പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും, അള്ളാഹുവിൻ്റെ റസൂൽ 50ഓളം സഹാബികളെ ജബലുർ റുമാത്തിൽ കയറ്റി നിർത്തിയിരുന്നു പ്രതിരോധത്തിന് വേണ്ടി. മുശ്രിക്കുകൾ എപ്പോഴും ഉഹദിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ തടയാൻ അമ്പെയ്ത്ത് വിദഗ്ധരായിട്ടുള്ള 50 സഹാബികളെ ആ ജബലിൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല, ശക്തമായ നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പ്രതിയോഗികളൊക്കെ കളം വിട്ട് അപ്രത്യക്ഷമായ സമയത്ത് ഈ ജബലുർ റുമാത്തിൽ നിൽക്കുന്ന, ഈ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന അമ്പെയ്ത്ത് വിദഗ്ധരിൽ ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു, അൽ ഗനീമത അൽ ഗനീമ, ഇതാ കിടക്കുന്നു ഈ ഉഹദിൻ്റെ രണാങ്കണത്തിൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ അവർ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം, ഇനി ആരെ കാത്തു നിൽക്കുന്നു, യുദ്ധമെല്ലാം അവസാനിച്ചല്ലോ എന്നുള്ള പ്രഖ്യാപനം ചിലരെങ്കിലും നടത്തുകയും ഒരു 10ഓ 15ഓ ആളുകൾ ഒഴിച്ച് ബാക്കി 35ഓളം ആളുകൾ സഹാബികൾ ആ രണാങ്കണത്തിലേക്ക് ഇത് വാരിക്കൂട്ടുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ നുഴഞ്ഞുകയറ്റക്കാരായ മുശ്രിക്കുകൾ ഈ പർവ്വതത്തിൻ്റെ മുകളിലൂടെ വന്നുകൊണ്ട് രണാങ്കണത്തിൽ പ്രവേശിക്കുകയും ബാക്കി അവിടെ വിശ്വാസികൾക്ക് പരാജയമേറ്റ സംഭവമൊക്കെ ആ യുദ്ധവുമായി ഉഹദുമായി ജനയുടെ 3-ാം വർഷം നടന്ന ഉഹദുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചത്, ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പലിശയുമായി സംസാരിക്കുകയാണ്. ഈ മനുഷ്യരുടെ ആർത്തിയും ആസക്തിയും, ധനത്തോടുള്ള ആഭിമുഖ്യം, അതിനോടുള്ള പ്രതിപത്തി, ആസക്തി, ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. വലിയ തിരിച്ചടി, പരാജയം അത് കാരണം ഏൽക്കേണ്ടി വന്നു. ഈ രംഗം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലുർ റിബ അദ്ആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, ഈ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഇതുപോലെയുള്ള ധാരാളം സമ്പത്ത് നിങ്ങൾക്കും പലരുടെയും പക്കൽ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാകാം. നിങ്ങളതൊന്നും ഭുജിക്കാൻ പാടില്ല. അദ്ആഫൻ മുളാഅഫതൻ, എത്രയോ ഇരട്ടി ഇരട്ടിയായിട്ട് ചിലപ്പോൾ കിട്ടാനുണ്ടാകാം. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾക്ക് വിജയിക്കാം എന്ന രൂപത്തിലൊരു ബോധവൽക്കരണം ഈ ഉഹദിൻ്റെ ഈ പശ്ചാത്തലത്തിൽ, ഈ ആർത്തിയുടെയും ആസക്തിയെയും വിശ്വാസികളെ ബാധിച്ച ആ ഘട്ടത്തിൽ വളരെ തന്ത്രപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് പലിശയും കൂടി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ബോധവൽക്കരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. 4-മതായിട്ട് പിന്നെ പ്രഖ്യാപനമാണ്, അഹല്ലല്ലാഹു ബൈഅ വഹറമ റിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഓരോ ദിവസം ഇടപെട്ടുകൊണ്ടൊന്നുമല്ല, ഒരു നീണ്ട സമയമെടുത്തുകൊണ്ട് തന്നെ, ജനങ്ങളിൽ അതിന് വലിയ പ്രതികരണം ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമെടുത്തുകൊണ്ട് തന്നെ അവസാനം പ്രഖ്യാപിച്ചു, അഹല്ലല്ലാഹുൽ ബൈഅ, ബിസിനസ്, കച്ചവടം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിച്ചു. വഹറമ റിബ, എന്നാൽ പലിശ നിങ്ങൾക്ക് ഇന്നു മുതൽ ഹറാമാണ്, അതൊരിക്കലും അനുവദനീയമാവുകയില്ല. തീർത്തും നിങ്ങൾ അതുമായി ഇടപെടുന്ന ആളുകളെല്ലാം അത് ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും സാദിഖീൻ ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളെ, നിങ്ങൾ മുഅ്മിനുകളാണ് എങ്കിൽ നിങ്ങൾ ഇന്നു മുതൽക്കിത് ഉപേക്ഷിച്ചേ പറ്റൂ. ഈ പ്രഖ്യാപനത്തോടു കൂടി ഇത് എന്നേക്കുമായി വിലക്ക് വീഴുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പലിശയുടെ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള നിരോധനം,
ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് പലിശയുമായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ പലിശ, ഇതുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതവുമായി അത് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ നാം എന്താണ് അതുമായിട്ടുള്ള നിലപാട് എന്തായിരിക്കണം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമീപനം എന്തായിരിക്കണം? ബാങ്ക് പലിശയുമായിട്ട് നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഖുർആനിക അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട്, ചരിത്ര സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം ഫത്വകൾ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചുകൊണ്ട് തന്നെ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇനി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, പ്രത്യേകിച്ച് ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ ഒരു അനിവാര്യതയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ കൈവശം ഇപ്പോൾ ചെറിയൊരു സംഖ്യ മാത്രമേ നമ്മുടെ കൈവശം വീട്ടിലൊക്കെ സൂക്ഷിക്കാൻ കഴിയൂ. വലിയ സംഖ്യ നിയമപരമായിട്ട് അതിന് ചില തടസ്സങ്ങളൊക്കെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിനെ ആശ്രയിക്കാതെ മറ്റ് പോംവഴികളൊന്നുമില്ല. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു അനിവാര്യ ഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ ചില ഓപ്ഷൻസ്, ചില ഇളവുകൾ നൽകുന്നുണ്ട്. ഇസ്ലാമിൽ എപ്പോഴും ഒരു ഘട്ടത്തിലും വഴിമുട്ടി നിൽക്കേണ്ട ഒരു സന്ദർഭമില്ല. ഏത് ഘട്ടം പരിശോധിച്ചാലും, കാരണം അത് ജനങ്ങളുമായിട്ട് അത്രത്തോളം ബന്ധപ്പെട്ട, അവൻ്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ടൊരു ദീനായതുകൊണ്ട് എല്ലാം പോംവഴികളുണ്ട്. ഒരു വിശ്വാസിയെ തടസ്സം ചെയ്യുവാനും ബുദ്ധിമുട്ടിക്കുവാനും അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു തന്നെ പറയുന്നത് വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് എന്തൊക്കെ അനനുവദനീയമാണ്, ഹറാമാണ് എന്നുള്ളത് വളരെ വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇല്ലാ മൽതുരിർതും ഇലൈഹി, എന്നാൽ ചില നിർബന്ധിതരാക്കപ്പെട്ട സാഹചര്യങ്ങൾ, നമ്മൾ നിർബന്ധിത സാഹചര്യങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ ഒഴികെ എല്ലാം ഏതൊക്കെയാണ് അധാർമികത, ഏതൊക്കെയാണ് അനുവദനീയമല്ലാത്തത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും എല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇല്ലാ മൽതുരിർതും ഇലൈഹി, എന്നാൽ നിങ്ങൾ നിർബന്ധിതരാക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒഴികെ. ഈ നിർബന്ധിതരാക്കപ്പെട്ട സാഹചര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാങ്കുമായിട്ടുള്ള ബന്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതരാക്കപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കാരണം ബാങ്കുമായി ബന്ധപ്പെടാതെ ഒരു പ്രവർത്തനവും നടക്കുകയില്ല. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അക്കൗണ്ട് ഇന്ന് നിർബന്ധമാണ്. എന്നാൽ പലിശയ്ക്ക് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. അത് മറ്റൊരു രൂപമാണ്, അത് മറ്റൊരു സാഹചര്യമാണ്. പലിശയ്ക്ക് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ പലിശ എടുത്തുകൊണ്ട് ദൈനംദിന ജീവിതം നടത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊരിക്കലും അനുവദനീയമല്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ആയത്തുകളൊക്കെ അത് നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന്, ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ അതിൽ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതിൽ കിട്ടുന്ന പലിശയൊക്കെ വളരെ കണിശമായിട്ട് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ആ ഇൻട്രസ്റ്റുകൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിന് പ്രത്യേക അക്കൗണ്ടുകളുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, എല്ലാവർക്കും അതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പലിശ അവിടെ കിടക്കുമ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞത്, അത് ബാങ്കിൽ തന്നെ ഇടട്ടെ, അതിൽ അവിടെ തന്നെ കിടന്നോട്ടെ, നമ്മളത് എടുക്കേണ്ടതില്ല, നമ്മുടെ മൂലധനം മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത്, ഇങ്ങനെ ബാങ്കിൽ കുമിഞ്ഞുകൂടുന്ന പലിശ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും
നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധനം കാരണം പലിശ അവിടെ കുന്നുകൂടുകയും ആ പലിശ പിന്നീട് മറ്റ് ആവശ്യമില്ലാത്ത മാർഗങ്ങളിൽ അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ആ പലിശ അവിടെ ഇടാൻ അനുവദിക്കരുത്, അത് എടുക്കണം. ഓരോരുത്തരും ആ പലിശ ബാങ്കിൽ നിന്ന് എടുത്തേ പറ്റൂ. ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കരുത്, അത് എടുക്കുക. ഇതാണ് ഒരഭിപ്രായമുള്ളത്. രണ്ടാമത്തിനെ സംബന്ധിച്ച് പറയുന്നത്, കാരണം ഇത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പല അനാവശ്യമായ കാര്യങ്ങൾക്കും ചിലപ്പോൾ മുസ്ലിം ഉമ്മത്തിന് വിരുദ്ധമായിക്കൊണ്ട് തന്നെ പല യുക്തിവാദ ലിബറൽ ആശയക്കാരൊക്കെ ഇത് സ്വീകരിക്കാനും എടുക്കാനും വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടാകും. പല ക്ലബ്ബുകളും പല DJ പാർട്ടികൾ ഇങ്ങനെ പാർട്ടികൾ നടത്താനൊക്കെ ഇത് ഉപയോഗിക്കും. അതിലൊക്കെ അനാവശ്യങ്ങൾ നടക്കും, അനാശാസ്യങ്ങൾ നടക്കും. അപ്പോൾ അതിനൊന്നും ഇത് കാരണമാകരുത്. അതുകൊണ്ടത് ബാങ്കിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിനെ സംബന്ധിച്ചാണ് പിന്നീട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. ചിലരൊക്കെ പറയുന്നത് ആ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് അത് നശിപ്പിക്കുക, അത് ചുട്ടുകരിക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്ന എന്തൊക്കെ മാർഗമുണ്ട് അതിൽ സ്വീകരിച്ചുകൊണ്ട് അത് ചെയ്യാം. പക്ഷേ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നത് നശിപ്പിക്കരുത്. കാരണം ഇത് സ്വമേധയാ ചീത്തയായ ഒരു സാധനമല്ല ഈ കറൻസി, പണം എന്ന് പറയുന്നത്. ഒരു മദ്യം മയക്കുമരുന്ന് പോലെ സ്വമേധയാ ചീത്തയായ ഒരു സാധനമല്ലല്ലോ. ഇത് ആളുകൾക്ക് ഉപയോഗമുള്ള സാധനമാണ്. അതുകൊണ്ട് അതിനോടുള്ള അനാദരവാണ്. അതുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഇത് ബാങ്കിൽ നിന്ന് എടുത്ത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള പൊതുവായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പൊതുവായ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു കോളനിയിലേക്ക് റോഡില്ല, കുടിവെള്ളമില്ല, അവിടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളില്ല, അത് ആളുകൾ കടം കൊണ്ട് വലഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്, അവിടെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ പബ്ലിക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതേസമയത്ത് ഞാനിത് എൻ്റെ പലിശയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക്, എൻ്റെ മക്കളുടെ വീട്ടിലേക്കുള്ള റോഡ് വെട്ടാൻ, അതിലേക്കുള്ള ഒരു കുടിവെള്ള പദ്ധതിക്ക്, അതിലേക്കുള്ള മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ. താനോ അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പബ്ലിക്, അത് ആരാവട്ടെ, അത് ജാതിയും മതവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഈ പണം നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതേസമയത്ത് ഒരു പള്ളി നിർമ്മാണത്തിനോ മദ്രസ നിർമ്മാണത്തിനോ ഒന്നും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. പബ്ലിക് റോഡ് വേണ്ടി, തോടിന് വേണ്ടി, പാലങ്ങൾക്ക് വേണ്ടി ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ട്, അതിലേക്കൊക്കെ ചിലവഴിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ആ പണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആധുനിക പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ചുകൊണ്ട് പറയുന്ന അഭിപ്രായം. അതൊരിക്കലും ബാങ്കിൽ തന്നെ ഇടാൻ പാടുള്ളതല്ല. കാരണം അതിനുള്ള ഒരു തെളിവ്, ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം ഒരു വിധി പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു ചരിത്രരേഖയെങ്കിലും അതിന് വേണമല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു ഹദീസ്, അതിൽ പറയുന്നത് ആസിം ഇബ്നു കുലൈബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ മറമാടിയതിന് ശേഷം സ്വഹാബത്തും അള്ളാഹും റസൂലും കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മടങ്ങി വരുന്ന ഘട്ടത്തിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതാ ഇന്ന ഖുറൈശി ഗോത്രത്തിലെ ആ സ്ത്രീ, മുസ്ലിമത്തായ സ്ത്രീ നിങ്ങളെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്, എന്നെ പറഞ്ഞയച്ചതാണ്, ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചാലും. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ റസൂല് സ്വഹാബത്തും ആ വീട്ടിലേക്ക് പോയി. ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ ചെന്നു. അവിടെ എല്ലാവരും കൂടി ഇരുന്ന്, വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, അള്ളാഹുവിൻ റസൂലുണ്ട്, സ്വഹാബത്തൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്നു. വളരെ സന്തോഷത്തോടു കൂടി വീട്ടുകാർ, ആതിഥേയരായ വീട്ടുകാർ ഭക്ഷണം അത് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഭക്ഷണം, അതിൽ നിന്നൊരു മാംസക്കഷ്ണം എടുത്ത്
വായിലേക്ക് വെച്ചു. സ്വഹാബികളെല്ലാവരും അവരുടെ പതിവ് അങ്ങനെയാണ്, ഏതൊരു ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ റസൂല് എന്താണ് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് സ്വഹാബികൾ പ്രവർത്തിക്കുക. കാരണം വല്ല വഹയും ഇറങ്ങുമോ, എന്തെങ്കിലും സംഭവം ഉണ്ടാവുമോ, അപ്പോൾ റസൂല് അത് സ്വീകരിക്കുകയാണ്, അത് ആഹരിക്കുകയാണ്, കുടിക്കുകയാണ് എങ്കിൽ അത് തുടങ്ങിയതിന് ശേഷമായിരിക്കും സ്വഹാബികൾ അത് ചെയ്യുക. അതൊരു ചിട്ടയായിരുന്നു അവർക്ക്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വളരെ കൗതുകത്തോടുകൂടി നോക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മാംസകഷ്ണം എടുത്ത് വായിലേക്ക് വെക്കുന്നു. അത് വളരെ എന്തോ ഒരു നീരസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് പ്രകടമാകുന്നത് സ്വഹാബികളൊക്കെ വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബികൾ ഈ മാംസകഷ്ണം എല്ലാവരും കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കണം. അവർക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, ഒരു വഹയിലൂടെ ഒരു സന്ദേശം കിട്ടാൻ പോകുന്നുണ്ടോ. പെട്ടെന്ന് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ലഫലഹ എന്നൊരു വാക്കുണ്ട്, അത് തുപ്പി, അത് ഒഴിവാക്കി എന്നും, മറ്റൊന്ന് അത് മെല്ലെ എടുത്ത് അതവിടെ തന്നെ അവിടെ താഴെ വെച്ചു എന്നൊക്കെ ഉള്ള ഹദീസുകളിൽ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇപ്പോൾ വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. സ്വഹാബികളെല്ലാവരും ആ മാംസകഷ്ണം അവിടെ തന്നെ വെച്ചുകൊണ്ട് അവരും എഴുന്നേറ്റു. പിന്നീട് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹുവ യലൂക്കു ലുഖ്മതഹു ലാ യുജീസുഹ. റസൂലുള്ളാഹി അതിങ്ങനെ വായിലിട്ട് പക്ഷെ അത് ഇറക്കിയില്ല, അതങ്ങോട്ട് അനുവദിച്ചില്ല. അങ്ങനെ അത് ഫല്ലഹ അത് ഒഴിവാക്കി. ഫറഫഉ ഐദിയഹും, അവരെ സ്വഹാബികളും അതുപോലെ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞത് അജിദു ലഹ്മ ഷാത്തിൻ ഉഖിദത് ബിഗൈരി ഇദ്നി അഹ്ലിഹ. ഈ മാംസം അത് അതിൻ്റെ ഈ ആടിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ആ ഉടമസ്ഥൻ്റെ ഭാര്യ നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ ആയിരിക്കാനാണ് സാധ്യത. ഇത് ഏതായാലും ഇതിനൊരു അനനുവദനീയതയുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അത്ഇമൂഹ അലൽ ഉസാറ, ഇത് നശിപ്പിക്കണം എന്ന് പറഞ്ഞില്ല. ഈ ഭക്ഷണം മുഴുവനും ആ ചെമ്പോടുകൂടി നശിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. അത്ഇമൂഹ അലൽ ഉസാറ, അതവിടെ നമ്മുടെ കുറേ തടവുകാരായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, നിങ്ങൾ അവർക്ക് കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു നീരസം പ്രകടിപ്പിച്ചതാണ് ഈ ഹദീസിൽ പറയുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന തെളിവുകൾ, ഒന്ന് റസൂലുള്ളാഹിൻ്റെ സൂക്ഷ്മത. കാരണം ഇവിടെ ആ സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് പ്രവാചകരെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ അനുവാദം ഇതിനില്ല. അപ്പോൾ പിന്നെ അവർ വിശദീകരിച്ചു, അത് ശരിയായിരിക്കാം, ഞാൻ എൻ്റെ അയൽവാസിയായ അയാളുടെ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്നാണ് ആടിനെ വാങ്ങിച്ചത്, അവർക്ക് ഞാൻ പൈസ കൊടുത്തിരുന്നു. പക്ഷെ അത് പിന്നെ അന്വേഷണത്തിൽ മനസ്സിലായത് ആ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിയിട്ടില്ല. ഭർത്താവിൻ്റെതാണ് ആട്, ഉടമസ്ഥനോട് ചോദിക്കേണ്ടിയിരുന്നു. അത് ചോദിക്കാത്തത് കൊണ്ടാണ് ഇവിടെ വഹയിലൂടെ ഈ സന്ദേശം അല്ലാഹു റസൂലിന് കിട്ടിയത്. ആ സൂക്ഷ്മത എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് തെളിവ് ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഈ ഗണത്തിൽ വരുന്നതാണ്. അനനുവദനീയമായതൊന്നും നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഈ ഹദീസിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് പലിശ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതേസമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ അത്ഇമൂഹ അലൽ ഉസാറ, പാവപ്പെട്ട തടവുകാർക്കും മറ്റുള്ളവർക്കും ഈ ചെമ്പോട് കൂടിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള ഉപയോഗത്തിന് പലിശയുടെ ധനം ഉപയോഗിക്കാം എന്ന് ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം, ഇങ്ങനെ നമ്മളിത് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലവും കിട്ടുകയില്ലേ എന്നാണ്. ഈ പലിശ നമ്മുടെ ബാങ്കിൽ നിന്നത് എടുത്ത് പാവപ്പെട്ട ആളുകൾക്കോ അതിൻ്റെ ആ കാറ്റഗറൈസ് ചെയ്ത് ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുത്തു, നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിനുള്ള മറുപടി പണ്ഡിതന്മാർ പറയുന്നത് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു നല്ലതേ സ്വീകരിക്കൂ, നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് ഒന്നാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് അതേ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പലിശ നമ്മളോ നമ്മുടെ കുടുംബമോ ബന്ധപ്പെട്ടവരോ ഉപയോഗിക്കാതെ അത് വിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു തൻ്റെ ഇടവും നിലപാടും സന്നദ്ധതയും പ്രകടിപ്പിച്ചല്ലോ. അതവൻ്റെ വിശുദ്ധിയാണ്, തഖ്വയാണ്. ആ തഖ്വക്കൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടായേക്കാം. കാരണം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ.
അതുകൊണ്ട് ആ തഖ്വ മനസ്സിനൊരു പ്ലസ് പോയിന്റ് അള്ളാഹു നൽകും. ഇതിന് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലമൊന്നുമില്ല എങ്കിലും ആ സൂക്ഷ്മത കാണിച്ചതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ ചെയ്യണം. ഈ പലിശ നമ്മുടെ ധനം കൊണ്ട് സമ്പാദിച്ചതാണ്, അവിടെ കുമിഞ്ഞു കൂടിയതായിരിക്കാം, എന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നതും ശരി തന്നെ. പക്ഷേ ഇത് ഏറ്റവും വലിയൊരു തിന്മയായതുകൊണ്ട്, വളരെ വൻ പാപങ്ങളിൽപ്പെട്ട തിന്മയായതുകൊണ്ട് നമ്മൾ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ ഇൻ തുബ്തും, ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇൻ തുബ്തും, നിങ്ങൾ ഇനി പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഫലക്കും റൂസി അംവാലിക്കും, നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോൾ ഈ ബാങ്ക് പലിശ, അപ്പോൾ അത് ഈ രൂപത്തിൽ, ഈ പറയപ്പെട്ട രൂപങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതിൽ വിരോധമില്ല എന്നുള്ളതാണ് ആഗോള മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുടെ എല്ലാ കെടുതികളിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടി, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധതയും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക രംഗത്ത് വളരെ ഉള്ള ക്രമക്കേടുകളൊക്കെ അനനുവദനീയമായ മാർഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗങ്ങൾ തന്നെ ഉണ്ടല്ലോ, അതെല്ലാം സ്വീകരിക്കാനുള്ള ഒരു തൻ്റെടം നാം ഓരോരുത്തരും കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള മാനസികാവസ്ഥ നൽകി